ഇയ്യോബിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഇയ്യോബ് തൻ്റെ ജീവിതത്തെ ദൈവത്തിനായി സമർപ്പിക്കുന്നത് കാണാൻ കഴിയും. ഇയ്യോബിന്റെ ജീവിതം ഒത്തിരി വേദനാജനകമായി. ഇയ്യോബിന്റെ സുഹൃത്തുക്കളെല്ലാം ഇയ്യോബിനെ കുറ്റപ്പെടുത്തി, ഇയ്യോബിനെ പരിഹസിച്ചപ്പോഴും ഇയ്യോബിന് ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ നീതി വെളിപ്പെടുത്തണം. ഇയ്യോബിന്റെ ജീവിതം ഇയ്യോബ് അവിടെ തുറന്നു കാണിക്കുക. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, എൻ്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ, എൻ്റെ വിപത്ത് സ്വരൂപിച്ച ത്രാസിൽ വെച്ചെങ്കിൽ അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറിയതായിരിക്കുമെന്ന് ഇയ്യോബ് പറയുമ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ എത്രയധികം ഭാരം അല്ലെങ്കിൽ വേദന, ദുഃഖം ശരീരത്തിൽ അനുഭവിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയും. ഈ അധ്യായത്തിലെ താക്കോൽ വാക്യം എന്ന് പറയുന്നത് 24-ാമത്തെ വാക്യമാണ്. എന്നെ ഉപദേശിപ്പിൻ, ഞാൻ മിണ്ടാതിരിക്കും. അത്രയും ധൈര്യമായി എൻ്റെ എന്തെങ്കിലും കുറവുണ്ടോ ചൂണ്ടിക്കാണിക്കണമേ എൻ്റെ ദൈവമേ എന്ന് പറയത്തക്ക വിധം ഞാൻ അവൻ്റെ സന്നിധിയിൽ ഹൃദയം തുറന്നിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇയ്യോബ് സഹിച്ചിടത്തോളം വേദന 66 പുസ്തകമുള്ള ഈ ബൈബിളിന്റെ അകത്ത് വേറെ ആരും അനുഭവിച്ച് കാണില്ല. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബ് അനുഭവിച്ച വേദന മനുഷ്യരായിട്ട്. ഇയ്യോബ് അതുപോലെ വേദന അനുഭവിച്ചിട്ടും ദൈവത്തെ തള്ളിപ്പറയാത്ത ഇയ്യോബിന്റെ ഒരു മനോഭാവമുണ്ടല്ലോ. വേദനിക്കുന്നവനെ ഉപദേശിക്കുമ്പോൾ അവനൊന്നും കൂടി വേദന കൂടുകയുള്ളൂ. ഇയ്യോബ് ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, നീ ഉപദേശിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഏത് തെറ്റിപ്പോയെന്ന് എനിക്ക് ബോധം വരുത്തുവിൻ. നേരിലുള്ള വാക്കുകൾ അത്രേ ബലം, നിങ്ങളുടെ ശാസന കൊണ്ട് എന്ത് ഫലം. നേരുള്ള വാക്കാണ് എപ്പോഴും ബലം തരുന്നത്. നേരുള്ളൊരു ജീവിതമായിരുന്നു ഇയ്യോബിന് ദൈവം കൊടുത്തത്. അവൻ ദൈവത്തെ കണ്ടു, ദൈവത്തെ അനുഭവിച്ചു. ദൈവം തന്നത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ബോധ്യമായി. ദൈവം തൻ്റെ ജീവിതത്തിൽ നിന്ന് എടുക്കുമ്പോൾ അവന് വിഷമമില്ലായിരുന്നു. ദൈവം തന്നതല്ലേ എടുത്തത്. ദൈവം നന്മ തരുന്നത് പോലെ തന്നെ ജീവിതത്തിൽ ഇതുപോലെ വേദനിപ്പിക്കുന്ന ചില തിന്മകളും ചില അസ്വസ്ഥതകളും നമുക്ക് അനുഭവിക്കേണ്ടി വന്നെങ്കിലും ദൈവം തന്നതിനെ ഓർത്ത് നന്ദി പറയുവാൻ, ദൈവത്തിൻ്റെ കൃപയോടൊന്ന് കൂടെ ചേർന്നിരിക്കുവാൻ, ജീവിതത്തിലെ ചില പ്രതികൂലങ്ങളെ കാണുമ്പോൾ ഭയന്നോടാനല്ല, ജീവിതത്തിലെ ചില ദുഃഖങ്ങളെ കാണുമ്പോൾ പുറകോട്ട് പോകാനല്ല. ശരീരം വ്രണം കൊണ്ട് വേദനിച്ചപ്പോ കടലിലെ മണൽത്തരി പോലെ അത്രയും ആഴത്തിൽ തൂക്കത്തിലുള്ള വേദനയും അനുഭവവും ജീവിതത്തിൽ വന്നപ്പോഴും ഒട്ടും പ്രയാസപ്പെട്ടില്ല. ഞാൻ ഇതിലൊരു ദൂത് പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും കുറ്റപ്പെടുത്തി നിൽക്കുമ്പോൾ ഇയ്യോബിന്റെ ഒരു മനോഭാവമുണ്ടല്ലോ. എത്രയധികം വേദന അനുഭവിച്ചിട്ട് പോലും, കർത്താവേ, നീ എന്നെ ഉപദേശിച്ചോ, ഞാൻ മിണ്ടാതിരിക്കാം. എൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നീ ഒന്ന് പറഞ്ഞു തന്നാൽ ഞാനത് തിരുത്തിക്കൊള്ളാം എന്ന് മനസ്സ് തുറന്ന് പറയാനുള്ള ഒരു കൃപ നമുക്ക് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇതുപോലെ പ്രതിസന്ധികളുടെ നടുവിൽ യേശു കർത്താവ് പറഞ്ഞ വാക്ക് പുതിയ നിയമത്തിൽ കാണാം. യേശുവിനെ അടിച്ചപ്പോൾ, യേശുവിനെ നിന്ദിച്ചപ്പോൾ, യേശുവിനെ തുപ്പിയപ്പോൾ,
ശരീരം മുഴുവൻ കീറി മുറിച്ചപ്പോൾ, പിതാവേ, ഇവർ ചെയ്തത് ഇന്നതെന്ന് ഇവർ അറിയുന്നില്ല. കണ്ടോ ആ യേശുവിൻ്റെ മനോഭാവം. ഏറ് കിട്ടി, മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കി, എന്നിട്ട് വിളിച്ചു പറയാണ്, എറിഞ്ഞ് ഇവരുടെ മേലേക്ക് ഈ പാപം ചുമത്തരുതേ എന്ന് സ്തെഫാനോസ്. ജീവിതം കർത്താവിനായിട്ട് ഉരിഞ്ഞു വെക്കാൻ ഇന്ന് നമുക്ക് കഴിയുമെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ ഭാഗ്യമില്ല, ഇതിനേക്കാൾ വലിയ അനുഗ്രഹമില്ല, ഇതിനേക്കാൾ വലിയ സന്തോഷമില്ല. നമുക്ക് ഈ കർത്താവിൻ്റെ വഴി നമുക്ക് തിരിച്ചറിയണം. യോബിനെ കുറിച്ച് നമുക്കുള്ള പാഠം, ഉള്ളതും തന്നതും ജീവിതത്തിൽ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റുന്നേക്കാൾ വേദന അനുഭവിച്ചിട്ടും സുഹൃത്തുക്കളും കൂട്ടുകാരും മുഴുവനും തള്ളിപ്പറഞ്ഞിട്ടും ആരെല്ലാം മാറ്റി നിർത്തിയാലും എനിക്കെൻ്റെ ദൈവം മതി എന്നുള്ള തോന്നലും ആഗ്രഹവും പ്രാർത്ഥനയും നമ്മുടെ അകത്ത് വെളിപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനം ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകണം. എനിക്കെൻ്റെ കർത്താവിൻ്റെ മുഖം കണ്ട്, എനിക്കെൻ്റെ പ്രിയൻ്റെ മുഖം കാണാൻ തക്കവണ്ണം എൻ്റെ ജീവിതം കർത്താവിനായി ഒരുക്കാൻ, ജീവിതത്തിൽ ഒരു പ്രയാസമോ വേദനയോ കടന്നു വരാത്തവണ്ണം എന്നെ കരുതണം. ചെറിയൊരു വേദന വരുമ്പോൾ തന്നെ ഞാൻ പ്രയാസപ്പെടുമ്പോൾ, കർത്താവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ വഹിക്കണം, കൃപയാൽ നയിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ.